ഹലോ, നമുക്കിന്നൊരു ഈസി ആയിട്ടുള്ളൊരു ലഡു ഉണ്ടാക്കിയാലോ? റവ കൊണ്ടിട്ടുള്ള ലഡു ആണേ. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. അതിന് വേണ്ടിയുള്ള സാധനം എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാവേ. 1 കപ്പ് റവ എടുത്തിട്ടുണ്ടേ. 1/4 കപ്പ് പഞ്ചസാരയിൽ നമുക്കൊരു 2-3 ഏലക്ക ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ 1/4 കപ്പ് പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. ഇനി ആ നെയ്യിലോട്ട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഏകദേശമായി വന്നിട്ടുണ്ട്. നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് കോരി ബൗളിലോട്ട് ഇടാം. കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് തേങ്ങ വറുത്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വറുത്ത് എടുക്കാം തേങ്ങ. ഇനി ഇതിലോട്ട് നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കാം. കളർ മാറി ഇച്ചിരി ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് നമുക്ക് ആ റവയിലോട്ട് വറുത്ത് വെച്ച റവയിലോട്ട് ചേർത്ത് കൊടുക്കാം. ആയിട്ടുണ്ട്. നമുക്കിത് റവയിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നുള്ള് ഉപ്പിട്ട് കൊടുക്കാവേ. നമുക്കിനി കുറേശ്ശെ പാലൊഴിച്ച് ഇതൊന്ന് ചൂടുപാലാണേ, ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. കുറേശ്ശെ പാലൊഴിച്ച് നോക്കിയെടുക്കാവുള്ളേ. ചിലപ്പോൾ ഒരുപാട് ഇതായിപ്പോവും. കുറേശ്ശെ പാലൊഴിച്ച് മിക്സ് ചെയ്ത് നോക്കി എടുക്കണം. ഉരുട്ടി വരുന്ന പരുവം ആവുന്നത് വരെ പാലൊഴിച്ച് മിക്സ് ചെയ്തിട്ട് ഓരോ ബോൾസാക്കി എടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോ ബോൾസാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല മണവും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇത്രയും ടേസ്റ്റ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റും, നല്ല വായിലിട്ട അലിഞ്ഞു പോകാൻ നമ്മൾ പറയില്ലേ, അതുപോലെയാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കാര്യം നല്ല മധുരവും നല്ല നെയ്യുടെ ചൊവ്വയും എല്ലാം ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ബാറ്റർ റെഡിയാക്കി വയ്ക്കാം. അല്ല അതുപോലെ നമുക്കിത് ലഡുവാക്കി നമുക്ക് ബോക്സിലാക്കി സൂക്ഷിച്ച് വയ്ക്കാം. പെട്ടെന്നൊന്നും ചീത്തയായി പോകത്തില്ല. 2-3 ദിവസമൊക്കെ നന്നായിട്ട് ഇരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന്
ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ എല്ലാവരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബൈ.